ദേവികയുടെ വിജയം അച്ഛൻ എങ്ങനെ വേണോ ആഘോഷിച്ചോ. പിന്നെ തിരഞ്ഞെടുപ്പെന്ന് പറയുന്നത് ഒറ്റ പ്രാവശ്യം കൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ലല്ലോ. അതവിടെ നിക്കട്ടെ. അമ്മ എവിടെ? അമ്മ വരുന്നതും കാത്താ ഞങ്ങൾ നിൽക്കുന്നേ. പ്രഭ ഇതുവരെ എത്തിയില്ലേ? ഫോൺ എടുക്കാത്തപ്പോ ഞാൻ കരുതി ഇവിടെ ഒന്ന് റെസ്റ്റ് എടുക്കാണെന്ന്. ഒന്ന് തോറ്റെന്ന് വെച്ച് അമ്മ അങ്ങനെ വീണു പോകുന്ന ആളൊന്നുമല്ല റെസ്റ്റ് എടുക്കാൻ. എനിക്കെന്തോ സമാധാനക്കേട് തോന്നുന്നു. അങ്ങനെ സമാധാനക്കേടിന്റെ ആവശ്യമൊന്നുമില്ല. തെരഞ്ഞെടുപ്പാകുമ്പോ ഒന്നുകിൽ തോക്കും അല്ലെങ്കിൽ ജയിക്കും. അതൊക്കെ പ്രഭയ്ക്ക് നന്നായിട്ടറിയാം. പ്രഭ, നിങ്ങളുടെ ഓഫീസിൽ നേരത്തെ ഇറങ്ങിയല്ലേ? അതെ സർ. ആ, വന്നോളും. അച്ഛനെന്ത് നിസ്സാരായിട്ടാ പറയുന്നേ? അച്ഛൻ എനിക്കാകെ ടെൻഷൻ ആവുന്നേ. എനിക്കിപ്പോ അമ്മയെ കാണണം. സർ, ഓഫീസിൽ നിന്ന് മേഡം നേരത്തെ ഇറങ്ങിയതാ. ഞാൻ വിളിച്ചിട്ടും കിട്ടിയില്ല. ഞാൻ കരുതി മേഡം ഇങ്ങോട്ട് വന്ന് കാണുമെന്ന്. അല്ല, ദേവിക നന്ദനോടെ? ഓ, അമ്മയെ കണ്ടില്ലെന്ന് പറഞ്ഞിട്ടും എല്ലാവർക്കും ആദ്യം ജയിച്ച ആളെ കണ്ടാ മതി. ദേവിക നന്ദന അമ്പലത്തിൽ പോയതാ. ആ, പറഞ്ഞു. ഇതുവരെ എത്തിയില്ലല്ലേ? ഇല്ല. എന്താ അച്ഛ ഇത്? അമ്മയെ കുറിച്ച് അറിവില്ല എന്ന് പറഞ്ഞിട്ടും അച്ഛനെന്തൊരു ചൂടില്ലാത്ത? ആ, അച്ഛൻ വിചാരിച്ച കാര്യം നടന്നല്ലോ. അച്ഛന്റെ ആള് ജയിച്ചല്ലോ. എന്റെ ആള് ജയിച്ചെന്നോ? ദേവിക നമ്മുടെ എല്ലാവരുടെ ആളാ. അവൾ എന്റെ ആളല്ല. അമ്മ പറഞ്ഞിട്ട് അനുസരിക്കാത്തവള്, അമ്മയെ തോൽപ്പിച്ചവള്, അവൾ എന്റെ ആളല്ല. മാഡത്തെ തോൽപ്പിച്ചത് ദേവികയാണോ? നാട്ടുകാരല്ലേ? ഭൂരിപക്ഷം പേരും ദേവികയ്ക്ക് വോട്ട് ചെയ്തു. ദേവിക ജയിച്ചു. അതിന് ദേവികയോട് എന്തിനാ ദേഷ്യം? എനിക്ക് അമ്മയെ കാണണം. അമ്മയ്ക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. രജനി, മാഡത്തെ കാണാതായിട്ട് 2-3 ദിവസമൊന്നും ആയിട്ടില്ല. റിസൾട്ട് വന്ന് കുറച്ച് മണിക്കൂറേ ആയിട്ടുള്ളൂ. മാഡം എത്തിക്കോളും. അന്ന് അമ്മയെ കാണാതായപ്പോഴും എത്തിക്കോളും എന്ന് പറഞ്ഞു കുറെ താളം ചവിട്ടി നിന്നു. പിന്നീട് ഒരിക്കൽ ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചു. അതെല്ലാം കൂട്ടി വെച്ച് ആലോചിക്കുമ്പോ എനിക്ക് പേടിയാവുക. എന്താ രജനി ഇത്? ഒരു നല്ല വിജയത്തിന്റെ സന്തോഷം ഇല്ലാതാക്കാൻ നീ ഒരു കാരണം കണ്ടുപിടിക്കുകയാണോ? ഒരാള് തോറ്റാൽ ആദ്യം വേണ്ടത് മാന്യതയുടെ തോൽവി അംഗീകരിക്കുകയാണ്. കണ്ടോ, അച്ഛനുടനെ ആ രീതിയിൽ അങ്ങ് വ്യാഖ്യാനിക്കുവോ? ഗിരി, ഞാനിനി ഒന്നും പറയുന്നില്ല. അച്ഛൻ മധുരം കൊണ്ടുവന്നിട്ടുണ്ട്. ഗിരി മധുരം കഴിച്ച് ദേവികയുടെ വിജയം ആഘോഷിച്ചോ. അതാ നല്ലത്. എനിക്ക് പക്ഷെ അമ്മയെ കാണണം. ഇപ്പൊ കാണണം. രജനിക്ക് മാഡത്തെ കാണണമെങ്കിൽ മാഡം അല്ലേ വിചാരിക്കേണ്ടത്? മാഡം അല്ലേ ഇങ്ങോട്ട് എത്തേണ്ടത്? അമ്മയെ ഇങ്ങോട്ട് എത്തിക്കാത്ത രീതിയിൽ എവിടെയെങ്കിലും തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് എങ്ങനെ അറിയാം? എനിക്ക് അമ്മയെ കാണണം. അല്ലെങ്കിൽ വേണ്ട, ഞാൻ അന്വേഷിച്ചിറങ്ങുവാ. വേണ്ട വേണ്ട, ഞാൻ അന്വേഷിച്ചോളാം. ഗിരീഷേ, ഏതെങ്കിലും അകത്തേക്ക് വെച്ചേക്ക്. എന്താ രജനി ഇത്? അച്ഛനത് സന്തോഷത്തോടെ കയറി വന്നത്. എനിക്ക് അമ്മയെ കാണണം. കാണണം. ഞങ്ങൾ എല്ലാവരും കൂടെ പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുകയും ചെയ്തോളാം. ഇതുകൊണ്ട് അകത്ത് വെച്ച് പിടിക്കാൻ.